പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് എവിടാണെന്നറിയാമോ? ഈ മണിമല, അതായത് വള്ളഞ്ചിറ റൂട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാഠമാക്കേണ്ടതാണ്. കാരണം കൃഷി, നമ്മുടെ സ്വന്തം പുരയിടത്തിൽ എങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാമെന്ന് നമ്മുടെ റോസം ചേച്ചി കാണിച്ചു തരികയാണ്. കാരണം നമ്മുടെ PW റോഡിൻ്റെ സൈഡിൽ, അതായത് റോഡിൻ്റെ സൈഡിൽ അവർ എന്ത് ചെയ്യുന്നു? പച്ചക്കറി കൃഷി ചെയ്യുന്നു. സ്വന്തം ആവശ്യത്തിനും അല്ലാതെ ഉണ്ട് കേട്ടോ, കൊടുക്കുന്നുമുണ്ട്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചേച്ചി ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. പേരെന്നതാ? സിന്ധു. എവിടെ താമസിക്കുന്നത്? അതെ. എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ ഫോട്ടോ വീഡിയോ എടുത്താട്ടോ. ഓക്കെ. ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും കേട്ടോ. പടവലങ്ങ കിടക്കുന്നു കേട്ടോ. നമ്മുടെ റോസമ്മ ചേച്ചിയുടെ കൃഷിയാണ്, പച്ചക്കറി കൃഷി. നമ്മുടെ ഹസ്ബൻഡ്, ചേട്ടൻ്റെ പേരെന്നാ? വീട്ടുപേരെന്നാ? ചെറിയ നോയിക്കല്. അപ്പം നിങ്ങൾ പയർ ഇവിടെ നോക്കിയതേ, നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ കാണണം. കാരണം സ്വന്തമായിട്ട് 2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൃഷി ചെയ്യുകയില്ല, പച്ചക്കറി കൃഷി ചെയ്യുകയില്ല. അവിടെയെല്ലാം നമ്മൾ പൂക്കൾ മാത്രം വെക്കും. പക്ഷേ പൂക്കൾ വേണ്ടാതൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ റോസമ്മ ചേച്ചി കാണണം കേട്ടോ. റോസമ്മ ചേച്ചി കണ്ടോ, കൃഷി കണ്ടോ? PW റോഡിൻ്റെ സൈഡാണ് നിങ്ങൾ ആലോചിക്കണം. കാരണം എന്തറിയാമോ? ഏത് സമയത്ത് അവർ വേണമെങ്കിൽ വീതി കൂട്ടുമോ, അവർ റോഡ് പണിയോ ഒക്കെ നടക്കുമ്പോൾ അതെടുത്തു അവർ പറിച്ച് കളഞ്ഞോട്ടെ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ സമയങ്ങളിൽ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും? പയർ കണ്ടോ, നീളമുള്ള പയർ. ഇതിൻ്റെ പയറാ ചെയ്ത് പള്ളിപ്പയറല്ലേ? പള്ളിപ്പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിന് 12 അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പം കണ്ടോ, നിങ്ങൾ കാണരുത്. ഇതിനെ റോസമ്മ ചേച്ചി ഇത് വിൽക്കുകയും കൂടെ ചെയ്യും. ഇപ്പൊ അല്ല, ഇത് കുറച്ച് വിറ്റല്ലേ ആദ്യം? ഇപ്പൊ അത് കുറച്ച്, ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് തോരൻ വെക്കാനുള്ളതില്ലേ? തോരൻ വെക്കാൻ ഉണ്ടോ? ഉണ്ടോ? എന്നാ വരയ്ക്കാ കൊടുക്കുന്നത് ഇപ്പൊ? അല്ലെ, 7 രൂപയ്ക്ക്. നല്ല പയറല്ലേ? അത് നല്ല വിഷം ചേരാത്ത നല്ലതല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ളടത്തൊന്നും വരുന്നതല്ലല്ലോ. ഇവിടെ നാടൻ പയറായത്. അപ്പോൾ ഈ പയർ കാണുമ്പം തന്നെ അറിയാം നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്നത്. കടകളിൽ പിന്നെ അവരെ കുറ്റം പറയേണ്ട, തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ളതൊക്കെ വരുന്നു. ഇവിടെ നമ്മുടെ ആൾക്കാർ പോലും കൃഷി ചെയ്യുകയില്ല. അപ്പോൾ അതുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, പയർ തന്നെ നിങ്ങൾ നോക്കുക കേട്ടോ. ആ പയറിൻ്റെ നീളവും പയറിൻ്റെ ഇതിൻ്റെ ഭംഗിയൊക്കെ നോക്കി. നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പച്ചക്കറികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് 2 സെൻറ്റ് സ്ഥലമുള്ളവരും ഒരു പാവൽ കൃഷിയോ, ഒരു വെണ്ട കൃഷിയോ, അതുപോലെ പയർ കൃഷിയോ, ഒരു പടവലങ്ങ കൃഷിയോ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. കാരണം ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്വന്തമായിട്ട് 2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും അവർക്ക് തൊട്ടടുത്ത് റോഡുണ്ട്. ആ റോഡ് സൈഡിൽ നമുക്ക് ചെയ്യാം. കാരണം അവർ നമ്മുടെ ഗവൺമെൻറ്റോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊന്നും ഇതിന് എതിരല്ല. കാരണം റോഡ് പണി വരുമ്പോൾ അതെടുത്ത് മാറ്റിക്കോട്ടെ, ഇതിന് നമ്മുടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ആർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം എന്നറിയാമോ, അതൊരു മനസ്സ് വേണം. ആ മനസ്സിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനത് ഓർക്കുകയും ചെയ്തു. ആ പടവലങ്ങയ്ക്ക് മറ്റേ ഇതിന് കല്ല് തൂക്കിയിടണമെന്ന് പറയുന്നതിന് ചെറിയാനോ? അത് വേണ്ടല്ലേ? ഓക്കെ, എനിക്കറിയാം. കണ്ടോ, ചെറുതായതുകൊണ്ട് കല്ല് വേണ്ടല്ലേ? ഇപ്പം അടുത്ത പാവല് വരുന്നുണ്ടല്ലോ. പാവല്. അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും കേട്ടോ, ഇവിടെ പച്ചക്കറി കൃഷി നല്ല ഇതായിരിക്കണം കേട്ടോ. ഞാൻ ഈ പയറോടൊന്ന് കാണിച്ചത്. ഈ പയറിൻ്റെ പയർ കണ്ടോ, വലിപ്പം കണ്ടോ? ആണോ? കണ്ടോ പയറിൻ്റെ കണ്ടോ, നീളം കണ്ടോ, വലിപ്പം കണ്ടോ? ഇതാണ് നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നവരുണ്ട്. ഇഷ്ടംപോലെ സ്ത്രീകളും പുരുഷന്മാരും പണിയില്ലാതെ പോലും വീട്ടിൽ കിടന്നുറങ്ങുന്നവരുണ്ട്. എന്നാൽ പോലും നമ്മുടെ സ്വന്തം പുരയിടത്തിലോ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു കൃഷി ചെയ്യാനോ പച്ചക്കറി കൃഷി ചെയ്യാനോ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. നമ്മൾ ചെയ്യണം. ഇതുപോലെ സംസാരിക്കുമ്പോഴേ നമ്മൾ ചെയ്യാൻ തയ്യാറാവുള്ളൂ. അതുപോലെ റോസമ്മ ചേച്ചിക്ക് 1000 ആശംസകൾ. ദീർഘായുസ്സ് ദൈവം തരട്ടെ. അതുപോലെ തന്നെ പച്ചക്കറി കൃഷി വീണ്ടും ചെയ്യാൻ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഞാൻ വീണ്ടും വീഡിയോയ്ക്ക് ഇവിടെ വരും 3-4 മാസം കഴിഞ്ഞ് കേട്ടോ. ഓക്കെ. ചേട്ടനെ അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.